നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകൾക്ക് പ്രവർത്തന അനുമതി ലഭിച്ചിട്ടും നഗരത്തിലെ ഡ്രൈവർമാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കോവളം, വർക്കല, തിരുവനന്തപുരം വിമാനത്താവളം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഓൺലൈൻ ടാക്സികളെ ഒരു വിഭാഗം പ്രാദേശിക ഡ്രൈവർമാർ തടയുന്നതും അക്രമം അഴിച്ചുവിടുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോവളത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ യാത്രക്കാരുമായി വന്ന ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവറെ പ്രാദേശിക ടാക്സി തൊഴിലാളികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായത്. അതിനു മുൻപും സമാനമായ നിരവധി സംഭവങ്ങൾ വർക്കലയിലും കോവളത്തുമൊക്കെ അരങ്ങേറിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും വലിയ സംഘർഷം ഇതിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. പുതിയ സംസ്ഥാന സർക്കാർ ആദ്യം ഇടപെടേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് ഈ ടാക്സിക്കാരുടെ കാര്യം. സാമൂഹിക മാധ്യമങ്ങൾ സജീവമായതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ മറ്റുള്ളവർ അറിയുന്നത്. ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ ജീവിക്കാൻ വേണ്ടി ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ഊബർ ഉൾപ്പെടെയുള്ള ഡ്രൈവർമാരെ ഒരു സംഘം ആളുകൾ വളഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നതും ഭീഷണിപ്പെടുന്നതും കാണാം. വിമാനത്താവളത്തിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും യാത്രക്കാരെ കയറ്റാൻ ഇവരെ അനുവദിക്കില്ലെന്ന പിടിവാശിയിലാണ് ഒരു കൂട്ടം യൂണിയൻ തൊഴിലാളികൾ. ചെറിയൊരു വരുമാനത്തിനായി അധ്വാനിക്കുന്ന ഈ ഡ്രൈവർമാരോട് ഇത്തരം അതിക്രമങ്ങൾ കാണിക്കുന്നത് നമ്മുടെ നിയമ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ഇവിടെ ഏതൊരു പൗരനും നിയമത്തിന് വിധേയമായി തനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ അവകാശമുണ്ട്. അതേപോലെ യാത്രക്കാർക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തും യൂണിയൻ എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഓൺലൈൻ ആപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെ അക്രമം കൊണ്ട് നേരിടാൻ നോക്കുന്നത് പുതിയ തലമുറയോടുള്ള ഒരു വെല്ലുവിളിയായി കണക്കാക്കാം. സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുന്ന ഓൺലൈൻ ടാക്സികളെ തന്നെയാണ് വിനോദസഞ്ചാരികൾ കൂടുതലായും ആശ്രയിക്കുന്നത്. മൊബൈൽ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നത് മുതൽ കൃത്യമായ കിലോമീറ്റർ നിരക്കും ഡ്രൈവറുടെ നമ്പറും പേരും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കും എന്നതാണ് യാത്രക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ ഈ വാഹനങ്ങൾ തടയുകയും ഡ്രൈവർമാരെ കൈയേറ്റം ചെയ്യുകയും ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ്. നിയമപരമായി അനുവദിക്കപ്പെട്ട ഓൺലൈൻ ടാക്സി സർവീസുകൾക്ക് നേരെയാണ് ഒരുപറ്റം ഓട്ടോ ഗുണ്ടകൾ ഈ അക്രമം നടത്തുന്നത്. എവിടെ നിന്നും ആളുകളെ കയറ്റി കൃത്യസ്ഥലത്ത് എത്തിക്കാനുള്ള അവകാശം നിയമം അവർക്ക് അനുവദിക്കുന്നുണ്ട്. ടാക്സി കാറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പുറമെ ഇരുചക്ര വാഹനങ്ങൾക്കും ഓൺലൈൻ വഴി സവാരി എടുക്കാൻ ഇപ്പോൾ കേരളത്തിൽ അനുമതിയുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളിൽ ഓൺലൈൻ ടാക്സികൾക്ക് പ്രവേശനം അനുവദിക്കാത്തതാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധി. രാജ്യത്തെ മറ്റ് പ്രധാന വിമാനത്താവളങ്ങളിലൊക്കെ ഓൺലൈൻ ടാക്സികൾക്ക് പ്രത്യേക സ്ഥലം അനുവദിച്ചിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് അങ്ങനെയില്ല. എന്നാൽ ഇതറിയാതെ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് എയർപോർട്ടിന് പുറത്തിറങ്ങുന്ന യാത്രക്കാർ തങ്ങളുടെ കയ്യിലുള്ള ഭാരമുള്ള വലിയ ബാഗുകളുമായി വിമാനത്താവളത്തിന് പുറത്ത് റോഡിലെത്തി വേണം ടാക്സിയിൽ കയറാൻ. ഈ അവസരം മുതലെടുത്താണ് പല ലോക്കൽ ഡ്രൈവർമാരും ഇവരെ തടയുന്നതും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത്. നിങ്ങൾ വണ്ടി നിർത്തിയിടുന്ന ടാക്സി സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും വന്ന് വണ്ടിയിൽ കയറേണ്ട ഗതികേട് ഇപ്പോൾ മലയാളികൾ വിളിക്കുന്ന സ്ഥലത്ത് ഓൺലൈൻ ടാക്സികൾ എത്തും. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതും ഓൺലൈൻ ടാക്സിയുടെ ഒരു സുവർണ കാലമാണ്. സഹകരണ മാതൃകയിൽ അധിഷ്ഠിതമായതും ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണ ഉള്ളതുമായ ക്യാബ് സേവനമാണ് ഭാരത് ടാക്സി. ഇപ്പോഴുള്ള യൂബർ, ഓല, റാപ്പിഡോ എന്നിവയ്ക്ക് ബദലായി ഡ്രൈവർ തന്നെ ഉടമ എന്ന ആശയത്തിൽ കമ്മീഷനോ സർജ് ചാർജോ ഇല്ലാതെയാണ് ഈ സേവനം പ്രവർത്തിക്കുക. ഡ്രൈവർമാർ എല്ലാവർക്കും കമ്പനിയിൽ ഷെയർ ഹോൾഡർമാരാകാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ സംവിധാനമെന്ന് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു. നിലവിൽ ഡൽഹിയിലും ഗുജറാത്തിലും ലഭ്യമായ ഭാരത് ടാക്സി ഉടനെ ഇന്ത്യ ഒട്ടാകെ സേവനം ലഭ്യമാക്കും. ഇപ്പോൾ വണ്ടികൾ തടയാൻ നിൽക്കുന്നവർക്ക് ഒന്നുകിൽ ഓൺലൈൻ ടാക്സി ഓടിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വരും. ഇരട്ടി ചാർജും മേടിച്ച് ആളെ പറ്റിക്കുന്ന പഴയ ടാക്സി പരിപാടി ഇനി ഈ നാട്ടിൽ നടക്കില്ല.